Hello students, now we come to the idea of Legendre polynomials. We have written the solution y equal to a0 plus a1x plus a2x square plus etc. as a0 into y1x plus a1 into y2x, where y1x contains even powers of x and y2x contains all powers of x. അത് എഴുതിയേക്കുന്നത് പോലെ x raised to 0, x square, x raised to 4, x raised to 6, y1 xലുള്ളത് അങ്ങനെയാണ്. പക്ഷെ അത് തീരുന്നില്ല. x raised to 8, x raised to 10, 12 അങ്ങനെ അങ്ങ് ഈവൻ പവേഴ്സ് എല്ലാം എഴുതണം. അതേപോലെ y2ലുള്ളത് all powers of x ആണ്. x cube, x raised to 5, x raised to 7, x raised to 9 അങ്ങനെ ഒരിക്കലും തീരുന്നില്ല. ഇവിടെ y1 ഈവൻ പവേഴ്സ് ഓഫ് x ഉള്ള ഡിഗ്രി നമ്മുടെ ടേംസ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു പോളിനോമിയൽ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഡിഗ്രി പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പോളിനോമിയൽ എന്ന് വിളിക്കുന്നില്ല. എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് അങ്ങനെയുള്ള ടേംസ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇതിനെല്ലാം നമ്മൾ ലെജൻഡർ പോളിനോമിയൽ എന്ന് വിളിക്കുക. ഇത് ചില കേസിൽ ഈ പോളിനോമിയൽ ഡിഗ്രി n ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, എക്സ് റേസ് ടു 4 അത് എവിടെയെങ്കിലും ടെർമിനേറ്റ് ചെയ്യും. ചിലപ്പോൾ ഇത് ടെർമിനേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് n ഒരു ഗിവൺ റിയൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n ഇൻറ്റീജർ ആകാം. നമ്മൾ എസ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. a0, a1, a2 അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് as+2 നമ്മൾ എഴുതിയേക്കുന്നത്. s equal to 0, 1, 2 അങ്ങനെ കൊടുത്താണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ n റിയൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് n ഇൻറ്റീജർ ആകുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. n റിയൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് n ഒരു ഇൻറ്റീജർ ആകുകയാണ് എന്ന് വിചാരിക്കാം. n 5 ആയി എന്ന് വിചാരിക്കാം. n 5 ആയെങ്കിൽ നമ്മൾ s മാറ്റി കൊടുക്കുകയാണ്. n മാറ്റുന്നില്ല. n ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് 5 ആണ്. അപ്പോൾ s കൂട്ടി കൊടുത്ത് വരുമ്പോൾ s 5 വരും. ഇവിടെ ഒരു 5 - 5 വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ കേസിൽ നമ്മളുടെ a5 n - s a5 അല്ല, n minus s equal to 5, as plus 2, as 5 plus 2, n equal to 5 ആകുമ്പോൾ n minus s എന്ന് പറയുന്നത് ഇവിടെ 0 ആകുന്നത് n s ഈക്വൽ ആകുമ്പോൾ, അപ്പോൾ 5ലാണ് 0 ആകുന്നത്. n s ഈക്വൽ ആകുമ്പോൾ എസും 5 ആണ്. ഇത് a7 ആണ് നമുക്ക് കിട്ടുക. a7 എന്ന് പറയുന്നത് അപ്പോൾ 0 ആയിരിക്കും. a7 0 ആണെങ്കിൽ a9 എഴുതുന്നത് എങ്ങനെയാണ്? a9 ഈക്വൽ ടു as plus 2, a9 asന്റെ ടേംസിലാണ്, a7ന്റെ ടേംസിലാണ്. a9 as in terms of a7, a9 equal to a7 അല്ല, കുറേ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇൻറ്റു a7 എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ a7 0 ആവും, അല്ല a9 0 ആവും. a9 0 ആവും. a9 0 ആകുമ്പോൾ a11 0 ആവും. രണ്ടുപേരും കൂട്ടി ഇതൊക്കെ 0 ആവും. അപ്പോൾ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഒരു 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളതെല്ലാം സീറോസ് ആയിരിക്കും. അപ്പോൾ n 5 ആയതുകൊണ്ടാണ് നമുക്ക് a7 തുടങ്ങി 0 കിട്ടിയത്. അപ്പോൾ n ഓഡ് ആകുമ്പോൾ ഏതാ? a7 എന്നുള്ള കോഎഫിഷ്യന്റ് a1, a3, a5, a7 ഒക്കെ വന്നിരിക്കുന്നത് രണ്ടാമത്തെ പോളിനോമിയലാണ്. അപ്പോൾ ഈ ഓഡ് പവേഴ്സ് ഉള്ള ഈ പോളിനോമിയൽ എവിടെയോ ടെർമിനേറ്റ് ചെയ്യും. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? n ഇൻറ്റീജർ ആകുകയും n s ഈക്വൽ ആകുകയും ചെയ്യുമ്പോൾ അത് ഒരു n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ രണ്ടാമത്തെ പോളിനോമിയൽ ടെർമിനേറ്റ് ചെയ്തു. n ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ n 4 ആണെന്ന് വിചാരിക്കുക. n 4 ആണെങ്കിൽ n - s വരുന്നത് as+2, a6ൽ 0 ആവും. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഇവിടെ n equal to 5ൽ n equal to 5 ആണെങ്കിൽ a7, a9 അത് തൊട്ടെല്ലാം 0 ആവും. ഇനി n equal to 4, എന്നിന് മാറി വാല്യൂ എടുക്കും. ഒരു സമയം ഒരു വാല്യൂ എടുക്കത്തുള്ളേ. n 4 ഇവിടെ തന്നിരിക്കുന്ന n × n+1 എഴുതാനുള്ള അത് ഇൻറ്റീജർ ആവണമെന്ന് നിർബന്ധമുള്ളതല്ല. n ഇൻറ്റീജർ ആവുകയും n ഓഡ് ആവുകയും ചെയ്യുമ്പോൾ രണ്ടാമത്തെ പോളിനോമിയൽ ഡിഗ്രി ഏതാകുക? n equal to 5 ഉള്ള പോളിനോമിയൽ ആകും. n equal to 4 ആകുമ്പോൾ as+2. അപ്പോൾ ഏതൊക്കെയാണ് 0 ആവുക? a6 തുടങ്ങി
A6, A8 ഓഡിന് ഇതുമായിട്ട് ബന്ധമില്ല. കാരണം A8 A6 A4നെ ഡിപ്പെൻഡ് ചെയ്യുന്നു, A8 A6നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈവൻ തമ്മിലുള്ള റിലേഷൻ. ഓഡിന് ഇതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇതൊക്കെ 0 ആവും. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് ടെർമിനേറ്റിംഗ് പോളിനോമിയൽ കിട്ടും. ഈ ആദ്യം പറഞ്ഞ y0 y1x പ്ലസ് a1 y2x എന്നുള്ളതിനെ അല്ല, ഇത് ടെർമിനേറ്റ് ചെയ്യുന്ന കേസിൽ കിട്ടുന്ന y1xനെയോ y2xനെയോ ആണ് നമ്മൾ ലെജൻഡർ പോളിനോമിയൽ എന്ന് വിളിക്കുക. അപ്പോൾ അതാണ് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന സെക്ഷൻ ലെജൻഡർ പോളിനോമിയലാണ്. ലെജൻഡർ ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷനെ അല്ല നമ്മൾ ലെജൻഡർ പോളിനോമിയൽ എന്ന് വിളിക്കുക. ലെജൻഡർ ഇക്വേഷൻ പറഞ്ഞപ്പോൾ ഒരു റിയൽ കോൺസ്റ്റന്റ് എന്നിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റിയൽ കോൺസ്റ്റന്റ് n ഒരു ലെജൻഡർ ഇക്വേഷൻ ഡിഫൈൻ ചെയ്ത n ഒരു ഇൻറ്റീജർ ആകുക, n ഓഡാകാം, n ഈവൻ ആകാം. n ഈവൻ ആണെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്നതിൽ y1 ഓഫ് എക്സ് ടെർമിനേറ്റ് ചെയ്യും, പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആവും. പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആവും. അപ്പോൾ y2നെ പറ്റി നമ്മൾ പറയുന്നില്ല. y2 അതുപോലെ ഓഡ് വേഴ്സിൽ ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. n ഓഡാണെങ്കിൽ n ഇൻറ്റീജറാണ്, n ഓഡാണ്. അപ്പോൾ ഓഡുള്ളത് ഏതാ? y2x, പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആവും. അപ്പോൾ ഈ കേസിൽ നമുക്ക് y1നെ പറ്റി y1 ഓഫ് എക്സ് ഇൻഫിനിറ്റ്, അത് ഇൻഫിനിറ്റ് ആയിട്ട് പോകും. ഈ കേസിൽ y2 ഓഫ് എക്സും ഇൻഫിനിറ്റ് ആയിട്ട് പോകും. പക്ഷെ ഇങ്ങനെ ടെർമിനേറ്റിംഗ് ആയിട്ട് കിട്ടുന്ന ഈ പോളിനോമിയൽസിനെയാണ് നമ്മൾ ലെജൻഡർ പോളിനോമിയൽ എന്ന് വിളിക്കുക. ലെജൻഡർ പോളിനോമിയൽ എന്നുള്ള ഐഡിയ അതാണ്. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ടെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ as+2 asൻ്റെ ടേംസിൽ എഴുതിയിരുന്നത് as+2 ഈക്വൽ ടു മൈനസ് ഓഫ് n മൈനസ് s ഇൻറ്റു n പ്ലസ് s പ്ലസ് 1 ഡിവൈഡഡ് ബൈ s പ്ലസ് 1 ഇൻറ്റു s പ്ലസ് 2 ഇൻറ്റു s പ്ലസ് 1 അങ്ങനെ എഴുതിയിരുന്നത് തോന്നുന്നു. s പ്ലസ് 2 ഇൻറ്റു s പ്ലസ് 1 ഇൻറ്റു as എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചു എഴുതാം. as പ്ലസ് 2 എഴുതിയ പോലെ as എഴുതാം. as ഈക്വൽ ടു as എഴുതുമ്പോൾ എന്താ, ഇത് തിരിഞ്ഞു പോകും. മൈനസ് ഓഫ് s പ്ലസ് 2 ഇൻറ്റു s പ്ലസ് 1 s പ്ലസ് 2 ഇൻറ്റു s പ്ലസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് s ഇൻറ്റു n പ്ലസ് s പ്ലസ് 1 ഇൻറ്റു as പ്ലസ് 2 ഇൻറ്റു as പ്ലസ് 2 എന്ന asനെ എഴുതാം. when s less than or equal to n minus 2, s less than or equal to n minus 2. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതിന് പുറകിലുള്ള കോഎഫിഷ്യൻസിനെ എല്ലാം, അപ്പോൾ a4 x⁴ തീരുന്നെങ്കിൽ a4ന് പുറകിലുള്ള കോഎഫിഷ്യൻസിനെയൊക്കെ a4ൻ്റെ ടേംസിൽ എഴുതാം. അത് കഴിഞ്ഞുള്ളതൊക്കെ സീറോസ് ആണല്ലോ. പുറകിലുള്ളത് അതിൽ ഏറ്റവും വലിയ കോഎഫിഷ്യൻസിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഏറ്റവും വലിയ കോഎഫിഷ്യൻ്റ് ഈവനോ ഓഡോ ഒക്കെ ആയിക്കോട്ടെ, ആ an-നെ ഏറ്റവും വലിയ ഉള്ളതിൽ ഏറ്റവും ടെർമിനേറ്റിംഗ് പോളിനോമിയലിനെയാണ് ലെജൻഡർ പോളിനോമിയൽ എന്ന് വിളിക്കുക. അതിൽ ഏറ്റവും വലിയ കോഎഫിഷ്യൻ്റ് an-നെ ഇങ്ങനെ എടുക്കുന്ന ഒരു രീതിയുണ്ട്. 1 if n ഈക്വൽ ടു 0, n വാല്യൂ 0 ആണെങ്കിൽ a-ൻ്റെ വാല്യൂ 1 എടുക്കുക. അല്ലെങ്കിൽ 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 raised to n ഇൻറ്റു n ഫാക്ടോറിയൽ സ്ക്വയർ n ഈക്വൽ ടു, അല്ലെങ്കിൽ n ഈക്വൽ ടു 1 2 ഇൻറ്റീജർ ആകുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. n ഈക്വൽ ടു 1 2 3 n ഓഡോ ഈവനോ ഒക്കെ ആയിക്കോട്ടെ, ഏറ്റവും വലിയ കോഎഫിഷ്യൻ്റ് an-നെ ഇങ്ങനെ എഴുതിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. പോളിനോമിയലിൻ്റെ വാല്യൂ an, പോളിനോമിയലിൻ്റെ വാല്യൂ 1 അറ്റ് x ഈക്വൽ ടു 1, pn-ൻ്റെ വാല്യൂ pn ഓഫ് x ഈക്വൽ ടു 1 അറ്റ് x ഈക്വൽ ടു 1 എന്നൊരു അസംഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ a-ൻ്റെ വാല്യൂ ഇങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പോൾ an ഇങ്ങനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് an-2ൻ്റെ വാല്യൂ എഴുതാം.
an മൈനസ് 2ൻ്റെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും? an മൈനസ് 2ൻ്റെ വാല്യൂ an ഇതാണെങ്കിൽ an മൈനസ് 2ൻ്റെ വാല്യൂ n മൈനസ് 2 an ഇവിടെ വരണം, n മൈനസ് 2 ഇവിടെ വരണം. അപ്പോൾ എസിന് പകരം n മൈനസ് 2 എഴുതുകയാണെങ്കിൽ ഇത് n മൈനസ് 2 പ്ലസ് 2 an ആയി. നമുക്ക് an മൈനസ് 2ൻ്റെ വാല്യൂ കിട്ടും. എസിന് പകരം n മൈനസ് 2 എഴുതുക. ഈ കാണുന്ന ഇക്വേഷനിൽ an കയ്യിലുണ്ടെങ്കിൽ ഈ കാണുന്ന ഇക്വേഷനിൽ എസിന് പകരം n മൈനസ് 2 എന്ന് എഴുതിയാൽ നമുക്ക് an മൈനസ് 2ൻ്റെ വാല്യൂ കിട്ടും. മൈനസ് ഓഫ് n മൈനസ് 2 പ്ലസ് 2 ദാറ്റ് ഈസ് n ഇൻറ്റു n മൈനസ് 2 പ്ലസ് 1 n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് ഓഫ് n മൈനസ് 2 n മൈനസ് n പോവും, ഇവിടെ 2 എന്നാവും, ഇൻറ്റു n പ്ലസ് n മൈനസ് 2 അത് n പ്ലസ് n 2n മൈനസ് 2 പ്ലസ് 1 മൈനസ് 1 എന്നാവും, 2n മൈനസ് 1 ഇൻറ്റു എന്നാ കിട്ടുക an. എസിന് പകരം n മൈനസ് 2 എഴുതി n മൈനസ് 2 പ്ലസ് 2. അപ്പോൾ ഈ ഇക്വേഷനിൽ എസിന് പകരം n മൈനസ് 2 an ആണ് 0 ആകാത്ത ഏറ്റവും വലിയ കോയിഫിഷ്യൻ്റ്. എൻ്റെ വാല്യൂ ഇങ്ങനെ എടുക്കുന്നു, അത് നിങ്ങൾ അങ്ങനെ പഠിക്കണേ. എൻ്റെ വാല്യൂ ഇങ്ങനെ എടുക്കുന്നു, എൻ്റെ വാല്യൂ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് an മൈനസ് 2 ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. an-ൻ്റെ വാല്യൂ നമ്മളിവിടെ പൊക്കത്തിൽ എഴുതിയിട്ടുണ്ട്. n 0 അല്ലെങ്കിൽ വാല്യൂ ഇതാണ് 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 റൈസ് ടു n ഇൻറ്റു n ഫാക്ടോറിയൽ സ്ക്വയർ എന്ന് നമ്മൾ വാല്യൂ എഴുതിയിട്ടുണ്ട്. അത് ഫാക്ടോറിയലിൻ്റെ ചില പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്താൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മൈനസ് ഓഫ് n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. പൊക്കത്തിൽ കിടക്കുന്ന 2n ഫാക്ടോറിയലിൽ നമുക്ക് 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു താഴത്തെ 2n മൈനസ് 1 ആയിട്ട് ക്യാൻസൽ ചെയ്യാനാണ്. പിന്നെ അപ്പോൾ 2n മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ 2n മൈനസ് 1 ക്യാൻസൽ ചെയ്യും. പിന്നെ 2nൽ n ഉണ്ട്, ഇവിടെ n ഉണ്ട്, n മൈനസ് 1 ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ താഴത്തെ 2 റൈസ് ടു n ഇൻറ്റു ഒരു n ഫാക്ടോറിയലിനെ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്നും അടുത്ത n ഫാക്ടോറിയൽ സ്ക്വയറാണ്. അടുത്ത n ഫാക്ടോറിയലിനെ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ എന്നും എഴുതുന്നു. n മൈനസ് 2 ഫാക്ടോറിയൽ എന്നും എഴുതുന്നു. അപ്പോൾ n ഈ 2nൽ n-ഉമായിട്ട് ക്യാൻസൽ ചെയ്യും. n ഇൻറ്റു n മൈനസ് 1 ഇവിടുത്തെ n ഇൻറ്റു n മൈനസ് 1-ഉമായിട്ട് ക്യാൻസൽ ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് an മൈനസ് 2 ഈക്വൽ ടു ഇതിൽ ക്യാൻസലേഷനൊക്കെ കഴിഞ്ഞിട്ട് മൈനസ് ഓഫ് ഇവിടെ നമുക്ക് ടേംസ് എടുത്ത് എഴുതാവുന്നുള്ളൂ. 2n മൈനസ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 റൈസ് ടു n. ഇവിടെ ഒരു 2ഉം കൂടെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഈ 2ഉം കട്ട് ചെയ്യും. 2 റൈസ് ടു n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ മൈനസ് ഓഫ് 2n മൈനസ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 റൈസ് ടു n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പോൾ an കിട്ടിയാൽ an മൈനസ് 2 എഴുതാനുള്ള മാർഗ്ഗമാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. an മൈനസ് 2 ഒന്നുകിൽ ഈവൻ അല്ലെങ്കിൽ ഓഡ്. അപ്പോൾ അത് രണ്ട് ടേംസ് ഇടവിട്ടാണ് നമ്മൾ പറയുക. ഈവൻ എഴുതിയപ്പം a0, a2, a4, a6 അങ്ങനെയാണ് പോവുക. ഓഡ് എഴുതുമ്പം a1, a3, a5 അങ്ങനെയാണ് പോവുക. അപ്പോൾ an ഉണ്ട്, an മൈനസ് 2 എഴുതി, ഇനി an മൈനസ് 4 എഴുതാം. അപ്പോൾ അങ്ങനെ പോയാൽ രണ്ടെണ്ണം വീതം പുറകിൽ an മൈനസ് 2m എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ദിസ് ഈസ് an മൈനസ് 2 മൈനസ് ഓഫ് ആ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാലും മതി കേട്ടോ. an ഹയസ്റ്റ് പവർ ഈവനോ ഓടോ ഏതെങ്കിലും ഒന്നും പോളിനോമിയൽ y1 ഓഫ് എക്സോ y2 ഓഫ് എക്സോ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പവറുള്ള കോഎഫിഷ്യൻ്റ് ആണ് an. പവറുള്ളതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് an. ആ an ഉപയോഗിച്ച് an മൈനസ് 2 നമുക്ക് എഴുതാം, അതിനെ റീഅറേഞ്ച് ചെയ്യാം. നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാലും മതി. an ഇതാണ് എന്ന് അസ്യൂം ചെയ്യുന്നു. an മൈനസ് 2 ഇങ്ങനെ എഴുതാം, റീഅറേഞ്ച്മെൻറ്റിന് ശേഷം ഇങ്ങനെ എഴുതാം എന്ന് ഓർക്കുക. an മൈനസ് 2 എഴുതാമെങ്കിൽ അതിന് പുറകിലത്തെ an മൈനസ് 4, അതിന് പുറകിലത്തെ an മൈനസ് 6,
an - 8 ഏത് an - 2m വേണമെങ്കിലും